ഹലോ, ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാൽ പിന്നെ സൗത്ത് ബോംബെ പോകാമെന്ന് വിചാരിച്ചു. ഇന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനും എന്നെ ഇത്ര അത്ഭുതപ്പെടുത്തിയിട്ടില്ല. മുംബൈയുടെ മറ്റു ഭാഗങ്ങളെ പോലെയല്ല. സൗത്ത് ബോംബെ ഇപ്പോഴും BMC നല്ല നീറ്റും ക്ലീനുമായിട്ടാണ് സംരക്ഷിക്കുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വേറെ റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. ആദ്യം ഇതിൻ്റെ പേര് വിക്ടോറിയ ടെർമിനൽ എന്നായിരുന്നു. പിന്നീട് പേര് മാറ്റി ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലാക്കി, CSMT. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും വിലക്കുറവിൽ കിട്ടുന്ന ഏക സാധനം മുംബൈയിലെ കരിമ്പിൻ ജ്യൂസാണ്. ഈ ഒരു ഗ്ലാസ്സിന് ആകെ 10 രൂപയുള്ളൂ. ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും ട്രൈ ചെയ്യുന്നതാണ് ഈ കരിമ്പിൻ ജ്യൂസ്. സൗത്ത് ബോംബെ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് അത് നടന്ന് കാണുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കത് ആസ്വദിക്കാൻ പറ്റുന്നത്. നല്ലൊരു മഴ പെയ്ത് ചോർന്നുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. നല്ല കുറച്ച് വിഷ്വൽസ് എനിക്ക് എടുക്കാൻ പറ്റിയേ. ചെറുപ്പത്തിലൊക്കെ അച്ഛൻ TV വയ്ക്കുമ്പോൾ വാർത്തയുടെ അവസാനം പറയാറുണ്ടായിരുന്നേ, സ്റ്റോക്ക് മാർക്കറ്റ് സൂചിക ഇത്ര ഉയർന്നു താഴ്ന്നു എന്നൊക്കെ. അതൊക്കെ ആലോചിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ കണ്ട് നമ്മുടെ പൂച്ച സാറിനെയാണ്. സൗത്ത് ബോംബെ വന്നു കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അത് മസ്റ്റ് വിസിറ്റാണ്. അത് ഒഴിവാക്കാറില്ല. ഇന്ന് നല്ല തിരക്കാണ്, അവധി ദിവസം ആയതുകൊണ്ട്. പണ്ട് കോളേജിൽ നമ്മൾ എങ്ങോട്ട് ട്രിപ്പ് പോകുമ്പോഴും ഇതുപോലെയൊക്കെ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നേ. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ലൈഫാണ് സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. സൗത്ത് ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ താജ്മഹൽ പാലസ് എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? എപ്പോൾ ഇവിടെ വരുമ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കാൻ ചൂസ് ചെയ്യാറ് സൊസൈറ്റി ഹോട്ടലാണ്. ഞാനൊരു ബിരിയാണിയും പിന്നെ ഒരു നെയ്ച്ചോറും ഓർഡർ ചെയ്തു. രണ്ടും അടിപൊളി. നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതേ ബിരിയാണിൻ്റെ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റാണ്. ഞാനൊരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. തലശ്ശേരിക്കാർ നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ സൗത്ത് ബോംബെ വരുമ്പോൾ ഇവിടെ കയറാൻ മറക്കണ്ട. ഓക്കെ, ബായ്.